ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാണ്. ഇന്ന് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടേ പോകത്തുള്ളൂ. രാവിലെ ഒരു കട്ടൻ ചായയും ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനെ തട്ടി ഉണർത്തിയിട്ട് വന്നു. അച്ഛൻ വരുന്ന നേരം കൊണ്ട് ഞാനും മോനും കൂടെ കരിഞ്ഞ വാഴയിലയും ഇതിൻ്റെ താഴെയുള്ള കളയും പുല്ല് കാടെന്നൊക്കെ പറയും, പോച്ചെന്നൊക്കെ പറയും, ഇതിനെയൊക്കെ പിഴുത് മാറ്റാൻ വിചാരിച്ചു. മോൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. കുഞ്ഞു മോൻ വരുന്ന ഹെൽപ്പിൻ്റെ കൈ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും കൂടെ ഒന്ന് വൃത്തിയാക്കി. കുറേയൊക്കെ വൃത്തിയായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? വൃത്തിയായോ? അച്ഛൻ വന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഈ ചാക്കി കെട്ടിയിട്ടിങ്ങനെ വേറൊന്നുമില്ല, ചാണകപ്പൊടിയാണ് അവിടെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഈ ചാണകപ്പൊടി പൊടിക്കുന്ന മെഷീനെ ഞാൻ വഴിയെ കാട്ടിത്തരാം. ഈ പഴുത്ത വാഴയിലയും ഇതെല്ലാം വറുക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അയാളെയും കാണിച്ചു തരാം. അപ്പോൾ പറിച്ചിട്ട പുല്ലെല്ലാം കൂടെ ഇനി വാരിയിട്ട് അപ്പുറത്ത് വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കി അതിൻ്റെങ്കിലും മൂട്ടിലിടെ എന്തെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് വാഴ കന്നായി നട്ട സമയത്ത് തന്നെ കുറച്ച് മുളക് തൈയൊക്കെ അച്ഛൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴക്കന്ന് പെട്ടെന്ന് കയറി വലുതാകുകയും മുളക് തൈ കായ്ക്കാൻ തുടങ്ങിയ സമയമായപ്പോഴത്തേക്കും മുരടിക്കാൻ തുടങ്ങി. വെയിൽ വട്ടം അടിക്കുന്നില്ല, അതാണ് മെയിൻ വിഷയം. അപ്പോൾ ഞങ്ങൾ അച്ഛൻ തന്നെ പറഞ്ഞത് പിഴി നമുക്ക് മാറ്റി നടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് സ്ഥലത്തുള്ള വാഴക്കന്ന് പൂർണ്ണമായിട്ട് മാറ്റിയിട്ട്, ഇവിടുത്തെ അല്ല തൈ നട്ടിട്ടുണ്ട്, അത് മാറ്റിയിട്ട് അവിടെ പച്ചക്കറി മാത്രമായിട്ട് നടാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ വരുന്നത്. അതിന് സ്ഥലം കാണിച്ചൊക്കെ കൊടുക്കണം, എവിടെയാണ് മാറ്റേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് കണ്ടത്തെ മാമൻ വന്നിട്ട് വാഴക്കൊല വെട്ടാൻ വന്നു. മാമൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് കൈതോന്നി കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു തലേന്നെ. മാമനോട് ചോദിക്കാതെ എടുക്കുന്ന മോശമല്ലേ, അവനോട് ചോദിച്ചിട്ട് എടുക്കാൻ വിചാരിച്ചു. മാമൻ പറഞ്ഞില്ല, അത് ഞാൻ നട്ടേക്കുന്നതാ, കാശ് തരണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി കേട്ടോ. പിന്നെ തമാശ പറഞ്ഞിട്ട് പോയി. ഞാൻ പിന്നെ അതെല്ലാം പിഴുതെടുത്തു. അന്ന് ഒരു കുഞ്ഞു കൈതോന്നി തൈ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. നോക്കാം, അതിൻ്റെ വിത്തും പാകിയിട്ടുണ്ട്. പൊടിക്കുമെന്ന് നോക്കാം കേട്ടോ. പൊടിക്കുകയും ഞാൻ കാട്ടിത്തരാം. ഇതാണ് നട്ടത്. അപ്പോൾ ഇതാണ് താരം. അപ്പം അച്ഛനിപ്പോൾ എന്നെ ഹെൽപ്പ് ഇത്ര ഭാഗത്തുള്ള കന്ന് മാത്രം മാറ്റുന്നുണ്ട്. വെള്ളത്തിനോടടുത്തുള്ള ഇത്ര ഭാഗത്തുള്ള കന്ന് മാത്രം മാറ്റിത്തരാൻ പറഞ്ഞു. അച്ഛൻ ഈ ഓരോന്ന് പിഴുത് മാറ്റുമ്പോഴും എന്നെ വഴക്ക് പറയാം കേട്ടോ. നട്ട് വെച്ചിട്ട് ഒരു പണിയില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയാം. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ പുറകെ ചെല്ലുന്നതിന് ഇങ്ങനെ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും മോനും കൂടെ പോകാൻ പോവാം. അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന വാഴയില നേരത്തെ പറഞ്ഞില്ലേ, ചാണകം പൊടിക്കുന്ന മെഷീൻ കാണിച്ചു തരാം. വിത്തുങ്ങളാണ് കേട്ടോ മെഷീൻ. വിത്തുങ്ങളെ മുന്നിലോട്ട് കൊണ്ടങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ചകഞ്ഞ് വൃത്തിയാക്കി അടിപൊളിയായിട്ട് ഫുള്ള് പൊടിച്ച് കിട്ടും. 2-3-4 ദിവസം ആകുമ്പോഴത്തേക്ക് റെഡിയാക്കി തരും ഇവർ. അതിനെ വരിക്കെട്ടി മാറ്റും. പിന്നെ ഇനി ഒരാളുണ്ട്, ഞാൻ ചാണം തരുന്ന ആൾ. ഇദ്ദേഹത്തിനെ കണ്ടാൽ ഇപ്പോൾ എന്നെ തഴുകി തലോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും വെറും പാവയോ എന്തോ പാവമെന്നും. ഇവനെ കൊടുക്കാൻ പോവുക, മുക്കി കയറിയിടാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ പിടിച്ചോണ്ട് ഓട്ടവും അഴിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. കുഞ്ഞുമ്മ വന്ന് നോക്കുന്നുണ്ടോ. അവനെ രാവിലെ തന്നെ പോയപ്പോഴത്തേക്ക് അറിഞ്ഞ് കരഞ്ഞു. ഇനി ഒരാൾ അവിടെ ഇരിപ്പുണ്ട് സൈഡിൽ, ഞാൻ പരിഗണിക്കാം കേട്ടോ പഴിയെ. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോ ഇടുന്നവരെ എല്ലാവർക്കും ബൈ.